നമസ്കാരം. ഇൻസൈറ്റ് 24 മലയാള വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള അൺഎയ്ഡഡ് അഫിലിയേറ്റഡ് സ്ഥാപനങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച ആശങ്കകൾക്കിടെ പ്രതിഷേധം ശക്തമാകുന്നു. സർവകലാശാലയുടെ നീക്കങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പ്രതികൂലമായി ബാധിക്കുമെന്നാരോപിച്ച് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സമരം 4ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള അഫിലിയേറ്റഡ് കോളേജുകളുടെ അഫിലിയേഷൻ റദ്ദാക്കുന്നതിനെ തുടർന്നും കണ്ണൂർ യൂണിവേഴ്സിറ്റി പോർട്ടലിൽ നിന്ന് അഫിലിയേഷൻ കോളേജുകളെ ഒഴിവാക്കിയതിനെ തുടർന്നും അധ്യാപക സംഘടനയുടെ പ്രതിഷേധം 4ാം ദിവസത്തിലേക്ക് ശക്തമായി കടന്നുകൊണ്ടിരിക്കുന്നു. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള എയ്ഡഡ് കോളേജുകളിലെ അധ്യാപകർ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിഷേധം ശക്തമാക്കി. UGC നെറ്റ് യോഗ്യത നിർബന്ധമാക്കാനുള്ള നിർദ്ദേശത്തിനെതിരെയും നിലവിലെ അധ്യാപകരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കണം ആവശ്യപ്പെട്ടാണ് അധ്യാപകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. +2 കഴിഞ്ഞു വരുന്ന വിദ്യാർത്ഥികളുടെ ഒരു ബഹുഭൂരിപക്ഷവും അൺഎയ്ഡഡ് സ്വാശ്രയ സ്ഥാപനങ്ങളിലുമാണ് ഉന്നത വിദ്യാഭ്യാസം നടത്തുന്നത്. ആ വിദ്യാർത്ഥികളെ ഒന്നടങ്കം ഇരുട്ടിലാഴ്ത്തിക്കൊണ്ട് ഇങ്ങനെയൊരു തീരുമാനം അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന അൺഎയ്ഡഡ് സ്ഥാപനങ്ങളുടെ അഫിലിയേഷൻ റദ്ദ് ചെയ്യുന്ന രീതിയിലുള്ള നീക്കം വൈസ് ചാൻസലറുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മുടെ വിദ്യാർത്ഥികളെ, ഭൂരിപക്ഷം വരുന്ന ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുകയും ചെറിയ പണം ചെലവഴിച്ചുകൊണ്ട് ഡിഗ്രിയും PGയും നേടിയെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇരുട്ടിലാഴ്ത്തുന്ന ഒരു അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ജോലി ഉറപ്പുവരുത്തുന്നതിനുള്ള വിദ്യാഭ്യാസം നൽകുന്നതിന് കേരള ഗവൺമെന്റ് ബാധ്യസ്ഥരാണ്. അതിനെ ഇല്ലാതാക്കിക്കൊണ്ട് സ്വകാര്യ കുത്തക മുതലാളിത്ത വിദേശ സർവകലാശാലകളെ കുട്ടികളെ സ്വാഗതം ചെയ്യിപ്പിച്ചുകൊണ്ട് പണം വിദ്യാഭ്യാസ കച്ചവടമാക്കി മാറ്റുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് ഇന്നത്തെ കണ്ണൂർ സർവകലാശാലയുടെ ഇത്തരം നീക്കങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് വഴിവെക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധ്യാപകരുടെ തൊഴിൽ സുരക്ഷയും സേവനാവകാശങ്ങളും ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഈ പ്രതിഷേധം സർവകലാശാലാ മേഖലയിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വിഷയത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് ഇനി കണ്ടറിയേണ്ടതാണ്. ക്യാമറ പേഴ്സൺ ഋതുദേവിനോടൊപ്പം കൻസ. വലിയ ബോട്ടുകൾ നിശ്ചലം, ചെറുവള്ളങ്ങൾ സജീവം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വന്ന സാഹചര്യത്തിൽ ട്രോളിംഗ് നിരോധനത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ തേടി കണ്ണൂർ ആയിക്കര ഹാർബറിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ഇനി വറുതിയുടെ കാലം. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം തുടരുന്നതിനാൽ മത്സ്യമേഖല മുഴുവൻ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. വലിയ ബോട്ടുകൾക്കും ട്രോളറുകൾക്കും നിലവിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ആഴക്കടൽ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി തൊഴിലാളികൾ തൊഴിൽ രഹിതരായിരിക്കുകയാണ്. ദിവസേന കടലിൽ പോയി ഉപജീവനം കണ്ടെത്തിയിരുന്ന തൊഴിലാളികൾക്ക് ഇപ്പോൾ കടുത്ത പ്രതിസന്ധിയാണ് നേരിടേണ്ടി വരുന്നത്. അതേസമയം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ഉപരിതല മത്സ്യബന്ധനം അനുവദിച്ചിട്ടുണ്ടെങ്കിലും സാധാരണ ദിവസങ്ങളിൽ വലിയ ജനത്തിരക്കും ലേലം വിളികളും കൊണ്ട് സജീവമായിരുന്ന ഹാർബർ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ട്രോളിംഗ് നമുക്ക് ബാധിക്കുന്നില്ല. നമ്മൾ പരമ്പരാഗത മത്സ്യത്തൊഴിലാളിൻ്റെ ഭാഗമാണ് വരാം. നമ്മൾ തോണിയും വലിയും ഇതെല്ലാം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ ഭാഗമായിട്ടാണ് വരാം. ഈ ട്രോളിംഗ് എന്ന് പറയുന്നത് ഇൻബോർഡ് ബോട്ടുകൾ അവർക്കാണ് ട്രോളിങ്. അത് അടിത്തട്ടിൽ മീൻ പിടിക്കുന്ന സമ്പ്രദായം. നമ്മളത് വെള്ളത്തിൻ്റെ മുകളിൽ കണ്ണുകൊണ്ട് കാണുകയും അതുപോലെ ക്യാമറ ഉപയോഗിച്ചിട്ട് ഇന്നത്തെ ആധുനിക യുഗത്തിൽ ക്യാമറ ഉപയോഗിച്ച് കണ്ടിട്ട് ഉപയോഗിക്കുന്ന വള്ളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി അന്യ സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളല്ലേ ഉണ്ടാവില്ലേ വലിയ ബോട്ടിലും ഇതിലെല്ലാം പോകുന്നത്? അവരെങ്ങനെയാണ് നാട്ടിൽ പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ നാട്ടിൽ പോക്കൊന്നുണ്ടാവില്ല. അവർ ഇവിടുന്ന് തന്നെ മറ്റുള്ള വള്ളങ്ങളെല്ലാം കയറിയിട്ട് ജോലി ചെയ്യുകയാണ്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടങ്ങി 3 ദിവസം പിന്നിടുമ്പോഴും വലിയ ബോട്ടുകളിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും ചെറുകിട പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളോടുകൂടി അവർ ജോലി ചെയ്ത് സഹകരണ മനോഭാവത്തോടെ അവർ മുന്നോട്ട് പോകുന്നു. ആയിക്കര ഹാർബറിൽ നിന്ന് ക്യാമറ പേഴ്സൺ കെൻസിക്കൊപ്പം ഋതുദേവ്. തളിപ്പറമ്പ് സർ സയ്യിദ് കോളേജിൽ അഡാപ്റ്റ് ടു AI പദ്ധതിക്ക് തുടക്കമിടുന്നു. AI സാങ്കേതികവിദ്യയുടെ പുതിയ സാധ്യതകൾ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തുന്നതിനായി സംഘടിപ്പിക്കുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും സൈനെക്സ് 2026 ദ്വിദിന സയൻസ് ക്യാമ്പും സംബന്ധിച്ച വിവരങ്ങൾ കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സർ സയ്യിദ് കോളേജിൽ വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് പുതിയ സ്കിൽ ഡെവലപ്മെന്റ് പദ്ധതികൾക്ക് തുടക്കമായി. കരിയർ ഗൈഡൻസ്, ഇൻഡസ്ട്രി എക്സ്പോഷർ, സോഫ്റ്റ് സ്കിൽ പരിശീലനം എന്നിവ ഉൾപ്പെടുത്തി സമഗ്രമായ പദ്ധതിയാണ് കോളേജ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഏത് സ്ട്രീമിലേക്ക് പോകണം എന്നുള്ളത് ആ ഒരു കൺഫ്യൂഷൻ തീർത്തുകൊണ്ട് ഏറ്റവും മികച്ച കോഴ്സുകളെ കുറിച്ച്
അവർക്ക് വേണ്ടുന്ന വിവരങ്ങൾ നമ്മൾ നൽകുന്നതായിരിക്കും. അതോടൊപ്പം അതിന്റെ ഓപ്പർച്യൂണിറ്റീസ്, പ്രത്യേകിച്ചും ഈ ഒരു കാലഘട്ടത്തിൽ AI സംവിധാനം അത്രയേറെ വളർന്നു വന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെയാണ് സാധ്യതകൾ, ഈ ഓരോ കോഴ്സുകളുടെയും സാധ്യതകൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ വിശദമായി തന്നെ ഈ ഒരു 2 ദിവസത്തെ പ്രോഗ്രാമിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ കൂടെ തന്നെ സയൻസ് വിദ്യാർത്ഥികൾക്ക്, പ്ലസ് ടു സയൻസ് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് ഒരു സെപ്പറേറ്റ് ക്യാമ്പ് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അഡാപ്റ്റ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് തൊഴിൽ ലോകത്തിന് ആവശ്യമായ പ്രായോഗിക കഴിവുകൾ വികസിപ്പിക്കാൻ അവസരമൊരുങ്ങും. ഇതോടൊപ്പം സൈനെക്സ്റ്റ് 2026 ഉൾപ്പെടെയുള്ള വിവിധ അക്കാഡമിക് ഇൻഡസ്ട്രി പരിപാടികളും സംഘടിപ്പിക്കും. FYUGP പഠനരീതിക്കനുസരിച്ച് ഇന്റേൺഷിപ്പുകൾ, ഗവേഷണ പ്രവർത്തനങ്ങൾ, വിദഗ്ധരുടെ ക്ലാസുകൾ, കരിയർ കൗൺസിലിംഗ് എന്നിവകൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. വിദ്യാർത്ഥികളുടെ അക്കാദമിക് മികവിനൊപ്പം തൊഴിൽ യോഗ്യതയും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ പദ്ധതികൾ നടപ്പാക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. കോഴിക്കോട് ചേമഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ യാത്രക്കാർക്ക് ദേശീയപാത ചാടിക്കടക്കണം. നടപ്പാലമില്ലാത്തതാണ് കുട്ടികൾ മുതൽ വൃദ്ധർ വരെയുള്ളവരുടെ ജീവന് ഭീഷണിയാകുന്നത്. നടപ്പാലം നിർമ്മിക്കാമെന്ന ഉറപ്പ് ഇനിയും പാലിക്കപ്പെട്ടിട്ടില്ല. വിശദാംശങ്ങളിലേക്ക്. കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള ചേമഞ്ചേരി ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ്. പാസഞ്ചർ ട്രെയിനുകൾ മാത്രം നിർത്തുന്ന ഈ സ്റ്റേഷനെ ദിവസവും ആശ്രയിക്കുന്നത് സമീപ മേഖലയിലെ നൂറുകണക്കിന് സാധാരണക്കാരാണ്. ജോലിക്കും കോളേജിലേക്കും പോകാനാണ് കൂടുതൽ പേരും ഈ സ്റ്റേഷനെ ആശ്രയിക്കുന്നത്. പക്ഷേ ദേശീയപാതയുടെ പണി ആരംഭിച്ചതോടെ ഇവരുടെ യാത്ര ദുരിതത്തിലായി. അന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി നാട്ടുകാർക്ക് നൽകിയ ഉറപ്പാണ് ഇവിടെ ആധുനിക നടപ്പാലം നിർമ്മിക്കുമെന്ന്. എന്നാൽ പാലത്തിന്റെ ഒരു തൂണ് പോലും ഇതുവരെ ഉയർന്നിട്ടില്ല. ഫലമോ പുലർച്ചെ മുതൽ രാത്രി വരെ സ്കൂൾ കുട്ടികളും വയോധികരും രോഗികളും അടക്കം ജീവൻ പണയം വെച്ച് റോഡ് മുറിച്ചു കടക്കുകയും. ചെറിയ സ്റ്റേഷനായതുകൊണ്ട് തങ്ങളുടെ ദുരിതം അധികാരികൾ കാണുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ഞാൻ ഡെയിലി ഈ റെയിൽവേ സ്റ്റേഷനിലാണ് ക്ലാസ്സിന് പോകാറുള്ളത്. അപ്പോൾ എന്തായാലും ഈ NH കടന്നിട്ടാണ് ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരേണ്ടത്. ഇപ്പോൾ വണ്ടികളൊക്കെ ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. അതുപോലെ തന്നെ അപ്പം ഞങ്ങൾക്ക് ഈ മുറിച്ച് കടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ സർവീസ് റോഡിലാണെങ്കിൽ ഇപ്പോൾ പണി നടക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വെള്ളവും ചളിയും ഒക്കെ ആയിട്ട് അത് തന്നെ മുറിച്ച് കടക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വികസനം വന്ന് നടന്ന് പക്ഷെ ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ട് പോകാൻ പറ്റുന്നില്ല. വാഗ്ദാനങ്ങൾ മാത്രം പോരാ, ചേമഞ്ചേരിക്ക് വേണ്ടത് നടപ്പാലമാണ്. വികസനങ്ങൾ വരുമ്പോൾ സുരക്ഷ കൂടി ഉറപ്പാക്കണമെന്നാണ് ചേമഞ്ചേരിക്കാരുടെ ആവശ്യം. ക്യാമറ പേഴ്സൺ ഷാനയോടൊപ്പം നന്ദന. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച പഴയങ്ങാടിയിലെ റിവർവ്യൂ പാർക്ക് പരിപാലനമില്ലാതെ നശിക്കുകയാണ്. തുരുമ്പിച്ച ഇരുമ്പുകളും ഇളകിയ പലകകളും ചേർന്ന് ഇപ്പോൾ ഇത് അപകട ഭീഷണിയായി മാറിയിരിക്കുകയാണ്. സഞ്ചാരികളെ ആകർഷിക്കാനും പ്രദേശത്തിന്റെ ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കാനുമായി ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പഴയങ്ങാടി റിവർവ്യൂ പാർക്ക് ഇന്ന് അവഗണനയുടെ പ്രതീകമായി മാറിയിരിക്കുകയാണ്. ഏഴോമുട്ടുകണ്ടി പുഴയോരത്ത് നിർമ്മിച്ച റിവർവ്യൂ പാർക്ക് വിനോദസഞ്ചാരത്തിന് പുതിയ സാധ്യതകൾ തുറക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നാട്ടുകാർ. എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങൾ പിന്നിട്ടിട്ടും വേണ്ടത്ര സംരക്ഷണം ലഭിക്കാത്തതോടെ പാർക്കിന്റെ അവസ്ഥ ദിനംപ്രതി മോശമാകുകയാണ്. റിവർവ്യൂ പാർക്കിനായി സജ്ജീകരിച്ചിട്ടുള്ള പലകകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിലും പുഴയോരത്ത് നിർമ്മിച്ച ഇരിപ്പിടങ്ങളിൽ കാടുകയറി നശിക്കുകയും സന്ദർശകർക്കായി ഒരുക്കിയ ഷെൽട്ടറുകൾ തകർന്ന നിലയിലാകുകയും ചെയ്തതോടെ പാർക്ക് ഇന്ന് ശോചനീയാവസ്ഥ നേരിടുകയാണ്. ടൂറിസം മേഖലയെ ശക്തിപ്പെടുത്താൻ ആരംഭിച്ച പദ്ധതി പുനരുജ്ജീവിപ്പിച്ച് ആവശ്യമായ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ നടപ്പാക്കണമെന്ന ആവശ്യം നാട്ടുകാർ ഉയർത്തുന്നു. കോടികൾ ചെലവിട്ട് ഇരിപ്പിടങ്ങളും കൂടാരങ്ങളും പണിയുമ്പോൾ പഴയങ്ങാടിയിൽ കാണുന്നത് ആസൂത്രണമില്ലായ്മയുടെ ബാക്കിപത്രങ്ങൾ. ക്യാമറ പേഴ്സൺ കെൻസിക്കൊപ്പം ഋതുദേവ്. സംസ്ഥാനത്ത് ചരക്ക് ലോറികളുടെ വാടകയിൽ വർധന വരുന്നു. ഇതോടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കൂടുമെന്ന ആശങ്കയും ശക്തമായി. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന്. സംസ്ഥാനത്തെ ചരക്ക് ലോറി വാടകയിൽ വൻ വർധന. ടണ്ണിന് 15 മുതൽ 20% വരെയാണ് കൂട്ടുന്നത്. ബുധനാഴ്ച മുതൽ പുതുക്കിയ നിരക്ക് നിലവിൽ വരുമെന്ന് ഓൾ കേരള ലോറി ഓണേഴ്സ് അസോസിയേഷൻ അറിയിച്ചു. ഡീസൽ വിലയിലെ വർധനവ്, ടയർ ഉൾപ്പെടെയുള്ള സ്പെയർ പാർട്സുകളുടെ വിലക്കയറ്റം, ടോൾ നിരക്ക് വർധന എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് തീരുമാനം. ഇതോടെ സിമന്റ്, കമ്പി, പലചരക്ക് സാധനങ്ങൾ ഉൾപ്പെടെ അവശ്യവസ്തുക്കളെ വില കൂടാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. തന്നെ ഈ ലോഡ് കയറ്റി വന്ന് തമിഴ്നാട്ടിൽ നിന്നാണ്. വാടക കുറച്ചാണ് വന്നിട്ടുള്ളത്. 36,000 രൂപയ്ക്കാണ് വന്നിട്ടുള്ളത്. തമിഴ്നാട് തൃച്ചിയിൽ നിന്നാണ് കയറ്റി വന്നത്. പിന്നെ ഇത് ഇപ്പം ലോറിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പൊതുവെ എല്ലാവരും നഷ്ടത്തിലാണ് ഓടുന്നത്. ആട്ടോക്കാരെ ഇത് കൂട്ടിയിട്ടുണ്ട്. ഡ്രൈവർമാർക്കൊന്നും യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല.
ഡ്രൈവർമാർക്കല്ല, ഇതിന്റെ ലോറിയുടെ ഓണേഴ്സിനും ഒരു ബെനിഫിറ്റും ഇല്ല, ഓടി വന്നവർക്ക്. പിന്നെ ഹോട്ടലിലെ ഫുഡ് കാര്യങ്ങൾ എല്ലാത്തിനും റേറ്റ് കൂട്ടി, ആട്ടോക്കാർ റേറ്റ് കൂട്ടി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ലോറി ഉടമകൾ പറയുന്നത് ഓട്ടം നഷ്ടത്തിലാണെന്നാണ്. എന്നാൽ ഈ വില വർധന സാധാരണക്കാരന്റെ അടുക്കള ബജറ്റിനെ നേരിട്ട് ബാധിക്കും. ചരക്ക് കൂലി കൂടിയാൽ അരി മുതൽ സിമന്റ് വരെ എല്ലാത്തിനും വില വർദ്ധിക്കും. ഇനി അറിയേണ്ടത് ഈ വില വർധനയിൽ സർക്കാർ ഇടപെടുമോ എന്നാണ്. ക്യാമറ പേഴ്സൺ ഷാനയോടൊപ്പം നന്ദന. KSRTCയുടെ പ്രിയദർശിനി പദ്ധതി സംസ്ഥാനത്ത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതിനിടെ അതിന്റെ പ്രത്യാഘാതം സ്വകാര്യ ബസ് മേഖലയിലും വ്യക്തമാകുന്നു. സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൗജന്യ യാത്ര ലഭിക്കുന്നതോടെ സ്വകാര്യ ബസ്സുകളിലെ യാത്രക്കാരുടെ എണ്ണം ഗണ്യമായി കുറയുന്നതായി ബസ് ഉടമകൾ പറയുന്നു. യാത്രക്കാരുടെ കുറവ് മൂലം വരുമാന ഇടിവും സാമ്പത്തിക പ്രതിസന്ധിയും ശക്തമാകുന്ന സാഹചര്യത്തിൽ സ്വകാര്യ ബസ് മേഖലയിൽ ആശങ്ക ഉയരുന്നു. കൂടുതൽ വിവരങ്ങളിലേക്ക്. KSRTC പ്രിയദർശിനി ബസ്സുകൾ നിരത്തിൽ വായുമ്പോൾ വരുമാനം നിലച്ച് വയ്യാതാരമാകുകയാണ് കേരളത്തിലെ സ്വകാര്യ ബസ് മേഖല. ലാഭമേറിയ റൂട്ടുകളെല്ലാം നഷ്ടത്തിലാകുമ്പോൾ ആയിരക്കണക്കിന് തൊഴിലാളികൾക്കാണ് ജോലിയിൽ പ്രതിസന്ധി നേരിടുന്നത്. കണ്ണൂർ ബസ് സ്റ്റാൻഡിലെ കാഴ്ചയാണിത്. പ്രിയദർശിനി ബസ്സുകൾ വന്നതോടെ ഇവിടെ സ്വകാര്യ ബസ്സുകൾക്ക് യാത്രക്കാരില്ലാത്ത അവസ്ഥയാണ്. നിലവിൽ 800-ലധികം പ്രിയദർശിനി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കുറഞ്ഞ നിരക്കും മികച്ച സൗകര്യങ്ങളും കാരണം യാത്രക്കാർ KSRTCയിലേക്ക് മാറുകയാണെന്ന് സ്വകാര്യ ബസ് ഉടമകൾ പറയുന്നു. ലാഭകരമായ ദീർഘദൂര റൂട്ടുകൾ ഉൾപ്പെടെ KSRTC ഏറ്റെടുക്കുന്നതോടെ സ്വകാര്യ ബസ്സുകൾക്ക് ഓട്ടം നഷ്ടത്തിലാണ്. ഡീസൽ വില വർധനയും ജീവനക്കാരുടെ ശമ്പളവും കൂടിയായതോടെ പലരും സർവീസ് നിർത്താൻ ഒരുങ്ങുകയാണ്. ഇത് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജോലി നഷ്ടപ്പെടുത്തുമെന്ന് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. സ്വകാര്യ ബസ്സുകളെ പൂർണ്ണമായി ഒഴിവാക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് അസോസിയേഷൻ വ്യക്തമാക്കി. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകി. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. സ്വകാര്യ ബസ് വ്യവസായം കുറെ കാലമായി പ്രതിസന്ധിയിലൂടെ കടന്നുപോവുകയാണ്. 50 ഉറുപ്പ്യക്ക് ഡീസൽ കൊടുക്കുമെന്ന് 2014 കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പറഞ്ഞത് അതിപ്പോൾ എത്തി നിൽക്കുന്നത് 103 രൂപയിലാണ് ഡീസൽ വില. അതിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് കൂലിയും ശമ്പളവും കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി, ആനുകൂല്യം കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേരുകയും അതിന്റെ ഫലമായിട്ട് തന്നെ 3-4 തൊഴിലാളികളുള്ള ബസ്സുകളിൽ 1-2 തൊഴിലാളികളായിട്ട് മാറിയിട്ടുള്ളത്. ശമ്പള പരിഷ്കരണം 2015 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയിട്ട് ഇതുവരെ ശമ്പള പരിഷ്കരണം നടപ്പിലായില്ല. അതിനിടക്കാണ് ഇപ്പം KSRTCയിലെ പ്രശ്നങ്ങളും വന്നു ചേർന്നിട്ടുള്ളത്. KSRTCയിൽ പ്രശ്നത്തിൽ സ്ത്രീകൾക്കും യാത്രക്കാർക്കും മുഴുവനാക്കും സൗജന്യം കൊടുക്കുന്നതിനൊന്നും ആരും എതിരല്ല. KSRTC സ്ത്രീകള് 60% സ്ത്രീകള് പ്രൈവറ്റ് ബസ്സിനെ ഒഴിവാക്കിക്കൊണ്ട് അവര് KSRTCയിൽ യാത്ര ചെയ്യുമ്പോൾ ആ പൈസ ഗവൺമെന്റ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുക്കണമെന്നാണ് ട്രേഡ് യൂണിയനുകൾക്കും ബസ് ഉടമകൾക്കും പറയുന്നത്. ഉപയോഗിച്ച് എണ്ണവില കൂടിയിട്ട് ഒരു ദിവസം ഈ ബസ് വ്യവസായത്തിന് ഏവറേജ് 800 ഉറുപ്പിന്റെ വർധനവ് വരുന്നത്. 50% ടാക്സ് ഒഴിവാക്കുമ്പോൾ ഒരു ദിവസം ഒരു ഉടമക്ക് കിട്ടുന്നത് വെറും 135 ഉറുപ്പ്യാണ് കിട്ടുന്നത്. 4000 ഉറുപ്പ്യ കളക്ഷനിൽ കുറഞ്ഞു കഴിഞ്ഞാൽ ആ 135 കഴിയാൻ 3000 ചില്ലറ ഉറുപ്പ്യ ഇന്നും ഡോസിലേക്കാണ് പോകുന്നത്. വ്യവസായം ഉണ്ടെങ്കിലല്ലേ തൊഴിലാളി. സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കിയുള്ള ഈ പരിഷ്കാരത്തെ അംഗീകരിക്കില്ലെന്നാണ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ. സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വ്യാപകമായി ബസ്സുകൾ നിർത്തിയിട്ട് സമരത്തിലേക്ക് നീങ്ങുമെന്നാണ് റിപ്പോർട്ട്. കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ക്യാമറ പേഴ്സൺ നന്ദനയോടൊപ്പം ഷഹാന. ഗ്യാസ് സിലിണ്ടർ ലഭ്യതയിലെ അനിശ്ചിതത്വവും ഹോട്ടൽ മേഖലയെ ബാധിക്കുന്നതായി റിപ്പോർട്ടുകൾ. വിതരണത്തിലെ ഇടവേളകൾ പ്രവർത്തനത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്നു. ഇനി ഹോട്ടൽ ജീവനക്കാരുടെ പ്രതികരണങ്ങളിലേക്ക്. ഗ്യാസ് സിലിണ്ടറുകളെ ആശ്രയിച്ചാണ് ചെറിയ ഹോട്ടലുകൾ മുന്നോട്ട് പോകുന്നത്. ഗ്യാസ് ലഭ്യതക്കുറവ് കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് ഹോട്ടൽ ഉടമകൾക്കുണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് ചോദിച്ചറിയാം. ഹോട്ടൽ മേഖലയിലെ ഇപ്പോഴത്തെ ദയനീയ അവസ്ഥയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഒരിക്കൽ തിരക്കേറിയുന്ന ഈ ഹോട്ടലിൽ നിന്ന് ശൂന്യത മാത്രമാണ് ബാക്കിയുള്ളത്. ജോലിക്കായി പ്രതീക്ഷയോടെ എത്തിയ തൊഴിലാളികൾക്ക് ഇനി ജോലി ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് ദിവസങ്ങൾ കടന്നുപോകുന്നത്. വരുമാനം കുറഞ്ഞതോടെ ജോലി സമയങ്ങളും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പലർക്കും ദിവസവേതനം പോലും ഉറപ്പില്ലാത്ത സാഹചര്യം. കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്ന ഇവർക്ക് ഇനി മുന്നോട്ടുള്ള ജീവിതം വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുകയാണ്. ഹോട്ടൽ പൂർണ്ണമായി അടച്ചുപൂട്ടേണ്ടി വന്നാൽ ഇവർക്ക് മറ്റൊരു തൊഴിൽ ലഭിക്കുമോ എന്ന ആശങ്ക കൂടുതൽ ശക്തമാകുന്നു. പ്രതീക്ഷകൾ അസ്തമിക്കുന്ന ഈ സാഹചര്യത്തിൽ തൊഴിൽ നഷ്ടപ്പെടുമെന്ന ഭയം തൊഴിലാളികളുടെ മനസ്സിൽ ദുഃഖവും അനിശ്ചിതത്വവും നിറക്കുകയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് വരും നമുക്ക്. പിന്നെ ഇത് അടച്ചാൽ ഇപ്പൊ പണി ജോലി ഇല്ലാണ്ടാവും. ഇപ്പോ ബില്ലിൽ നമ്മൾ എക്സ്ട്രാ എമൗണ്ട് ഒക്കെ ഗ്യാസിന്റെ പേരിൽ ഇപ്പൊ എല്ലാ കടയിലും വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു അത് കടയിൽ ഇപ്പൊ കൂടുതൽ നമ്മൾ പൈസ എടുക്കുന്ന പറഞ്ഞാൽ ഇതിന് സിലിണ്ടറിന്റെ പൈസ കൂടിയില്ലേ. അപ്പൊ അന്നേരം പിന്നെ എടുക്കുക നമുക്ക് വേണ്ടത് തന്നെയല്ലേ. ഫുഡ് മെനു ഒക്കെ എല്ലാം മാറ്റങ്ങൾ വന്നു. ഫുഡില് പിന്നെ പൈസ കൂടുതലാക്കി. ബിരിയാണിക്ക് പൈസ കൂടി. മറ്റേ എല്ലാത്തിനും പൈസ കൂട്ടിയിട്ടുണ്ട്. ഗ്യാസ് സിലിണ്ടർ 4005 രൂപയായി.
മൂന്നില് 1600, ഇപ്പൊ 4500 എന്ത് ചെയ്യാ? ഇപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നാളെ 2 ദിവസം നോക്കാൻ ഹോട്ടൽ പൂട്ടിക്കോ മുതലാളി. നമുക്ക് ജോലി പോയി എന്ത് ചെയ്യാ? ഇപ്പോ വീടുകളിലൊക്കെ ബുദ്ധിമുട്ട് വരുന്നു. വീട്ടിലും വരുന്നുണ്ട്. വീട്ടിലില്ലാഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെ, ഇവിടെ ഹോട്ടലിൽ ഇല്ലാഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെയാണ്. ഗ്യാസ് സിലിണ്ടറുകളുടെ വിലവർദ്ധനവ് കൊണ്ട് ഈ ചെറിയ ഹോട്ടലുകളെല്ലാം അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലാണ്. ഇതുമൂലം വരുന്ന വരുമാന നഷ്ടവും ജോലിക്കാർക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയും ഒരുപാട് പരിഭ്രാന്തരാണ് എല്ലാവരും. ഈ അവസ്ഥയിൽ നിന്നും ഈ പ്രതിസന്ധിയിൽ നിന്നും ഒരു മാറ്റം വരുമെന്ന പ്രതീക്ഷയോടെ, ഇത് അധികൃതർ ശ്രദ്ധിക്കുമെന്ന ഒരു പ്രതീക്ഷയോടെ ക്യാമറ പേഴ്സൺ കെൻസിയോടൊപ്പം ഷഹാന. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.